അങ്ങനെ ഞങ്ങളിന്ന് ഊട്ടിയിൽ നിന്ന് മസനഗുഡിയിലേക്ക് പോവുകയാണ്. ബസ്സിനാണ് പോകുന്നത്, ലൈൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ടീംസ് എല്ലാം ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നതാണ്. ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ അടിച്ചത്. നല്ല സ്ഥലമാണ്, എല്ലാവരും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക. നല്ല ഉഗ്രം പ്ലേസാണ്, നല്ല ഒടുക്കത്തെ വ്യൂ ആണ്. ഇവിടുന്ന് ഊട്ടി കംപ്ലീറ്റ്, ഊട്ടി ടൗണ് ഫുള്ള് കാണാം. നല്ല രസമാണ്, നല്ല അടിപൊളി. ഫുള്ള് ഇങ്ങനെ വട്ടം കറങ്ങി അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും താമസിക്കണം. കിടിലൻ പ്ലേസാണ്. അങ്ങനെ ഊട്ടി ടൗണിൽ കൂടെ നടക്കുവാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് മായാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം. മായാർ. അപ്പോൾ ഇവിടുന്ന് ഒരു ലോക്കൽ ബസ്സേ കയറി ഇവിടുന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഇനി ഞങ്ങൾക്ക് പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബസ്സേ കയറി മായാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അവിടെ ഇവിടുത്തെ ബസ് മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ, വേറെ പ്രൈവറ്റ് വണ്ടിയൊന്നും ഇവിടത്തില്ലെന്നാണ് പറയുന്നത്. നമ്മളെ ടീംസെല്ലാണ് നടന്നു പോകുന്നത്. കുറച്ച് പേര് വരാനുണ്ട്. ഇപ്പം വെയിലത്തിറങ്ങിയപ്പോൾ ഒരു സുഖമുണ്ട്. ഇവിടെ വെള്ളം കിട്ടുന്നല്ലേ, വാട്ടർ ATM. സംഭവം കൊള്ളാലോ. കുപ്പി വേണം, പക്ഷേ കുപ്പി നമ്മൾ കൊണ്ടുവരണം. മായാറിലെ ബസ് കാത്ത് ഞങ്ങളിരിക്കുന്നു. പിന്നെ മായാർ വഴി ഊട്ടി, ഊട്ടി വഴി മായാർ ഒരു പ്രത്യേക ഫീലാണ്. ഇതായിരിക്കുന്നത് ഇവൻ പറഞ്ഞാണ്. മായാർ, ഊട്ടിയിൽ നിന്ന് മായാർക്ക് പോയ ഒരു പ്രത്യേക ഫീലാണെന്നാണ് പറഞ്ഞത്. ആ ഫീൽ ആസ്വദിക്കാൻ ഞങ്ങളെല്ലാം ഇരിക്കുകയാണ്. ബസ് വന്നോളാം. അപ്പോൾ ബസ്സിൽ പോരും. അപ്പം ഞങ്ങളെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് ഊട്ടിയിലെ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മായാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. എങ്ങനെ മസനഗുഡി വഴിയോ അങ്ങനെ ആണെന്നാണ് പറഞ്ഞത്. മസനഗുഡി വഴി. അപ്പോൾ മായാറിലേക്കുള്ള ബസ് കാത്ത് നിൽക്കുവാണ്. മായാറുണ്ടോ? ഞങ്ങൾ ഓടി വന്ന് മായാർക്കുള്ള ബസ് കയറി. ബസ് നോക്കുന്ന ബസ് കെട്ടി. എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മസനഗുഡി വഴി മായാർ. അത് വേറൊരു ഫീലാണ്, ഇവനാ പറഞ്ഞത്. എല്ലാവരും ഇരുന്ന് ഉറങ്ങുക. പുറകെ വേറെ പാർട്ടി വന്ന് കയറിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഉറക്കം നടിക്കുന്ന ആൾക്കാർ. നല്ല ഇരുന്ന് ഇപ്പോൾ ഉറങ്ങും. അങ്ങനെ പൈസ ചോദിച്ച് വരുന്നുണ്ട്. ബസ് വരുന്നുണ്ടോ? KSRTC. അടിപൊളി, സൂപ്പർ. അവിടെ ഇഷ്ടം പോലെ മാറ്റി ആണ് നിൽക്കുന്നത്. ഇതാണ് മസനഗുഡി പോസ്റ്റ് ഓഫീസ്. ഇവിടെ കണ്ടിട്ട് മായാർ ഡാം. വീട്ടിലൊക്കെ ഉപദ്രവം ഉണ്ടാക്കും.
അവിടെ ആനയിപ്പുണ്ടോ അവിടെ? ദേ മയില് കണ്ടോ? കണ്ടാ മയില് എനിക്കറിയാം. ഇതാണ് ഞങ്ങൾ മസനഗുഡി എത്തി. ഇനി മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്ര. ഇനിയാണ് ഞങ്ങൾ ആ ഫീൽ ഒന്ന് ആസ്വദിക്കാൻ പോകുന്നത്. ശരിക്കും ഞങ്ങൾ ഇവിടുത്തെ ഒരു ബസ്സിലാണ്, തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കയറിയത്. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളൊന്ന് തിരിച്ചവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ്. എന്നാൽ ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ നിന്നാണ് മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നത്. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഫ്രണ്ടിലൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ഈ ബസ്സിൻ്റെ മോണിറ്ററിലൊക്കെ കയറിയിരുന്നതാണ്. അതുകൊണ്ട് എന്നാലും എന്തായാലും വിസിബിലിറ്റി കുറവാണ്. ഇതിൻ്റെ ഈ ഗ്ലാസ്സിലെല്ലാം അതും ഇതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. മാന്, അതുപോലെ ആന എല്ലാം ഉള്ള സ്ഥലമാണ്. ഇവിടെയാണ് സ്റ്റോപ്പ്. സ്റ്റാൻഡിൽ പോവോ? മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലെത്തി. നല്ല ഉഗ്രൻ. ആ പുള്ളി ചുമ്മാ പറഞ്ഞതല്ല, നല്ല സംഭവം. അയ്യോ, ബസ് ഇരുന്ന് നടുവിൻ്റെ പരിപാടി തരും. വെച്ചാൽ വളവും തരും, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ ഊട്ടി വരുന്നവർക്ക് കുപ്പിവെള്ളം 5 ലിറ്ററിൻ്റെ കിട്ടത്തുള്ളൂ. ചെറിയ ബോട്ടിലൊന്നും ഇല്ല. അങ്ങനെ പ്രശ്നമാണ്. അങ്ങനെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.